മീശപ്പുലിമലയിൽ മഞ്ഞ് പെയ്യുന്നത് കണ്ടിട്ടുണ്ടോ എന്ന ദുൽഖറിൻ്റെ ഡയലോഗ് കേട്ടിട്ട് മൂന്നാറിലേക്ക് വണ്ടി കയറിയിട്ടുള്ളൊരു ചില്ലറയൊന്നുമല്ല. അങ്ങനെ വന്നവരെ മീശപ്പുലിമലയും കൊളക്കുമലയും വട്ടവടയൊന്നും നിരാശരാക്കിയിട്ടുമില്ല. ഇന്ന് നമ്മൾ പോകുന്നത് ഇന്ത്യയിലെ തന്നെ വൺ ഓഫ് ദ പോപ്പുലർ സൺറൈസ് ഡെസ്റ്റിനേഷൻ ആയിട്ടുള്ള കൊളക്കുമലയിലേക്കാണ്. അവിടുത്തെ ജീപ്പ് ട്രക്കിങ്ങും കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെയാണ് ഈ വീലോഗിൽ. നമ്മൾ തൃശ്ശൂർ നാടോ യാത്ര തുടങ്ങുന്നത്. പൊള്ളാച്ചിക്കുടി, ആനമലൈ ടൈഗർ റിസർവ് ഫോറസ്റ്റിലൂടെയൊക്കെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഉണ്ടാകുന്ന വലിയൊരു അഡ്വാൻറ്റേജ് എന്നുള്ളത് നമുക്ക് ഒത്തിരിയധികം കാട്ടുമൃഗങ്ങളെ കാണാം. കാട്ടുപോത്ത്, ആന, കുരങ്ങുകൾ, അങ്ങനെയൊക്കെ മൃഗങ്ങളൊക്കെ കണ്ടുകൊണ്ട് പ്രകൃതിയുടെയൊക്കെ ഭംഗിയൊക്കെ ആസ്വദിച്ച് നല്ലൊരു ഡ്രൈവൊക്കെ ആയിട്ട് മുന്നോട്ട് പോകാം. അത് കഴിഞ്ഞ് കേരളത്തിൻ്റെ ചിന്നാർ വൈൽഡ് ലൈഫ് സാങ്ച്വറിയിലൂടെ മുന്നോട്ട് പോകാവുന്നതാണ്. പ്രകൃതി ഭംഗി എന്ന് പറയുന്ന അതിൻ്റെ പീക്ക് ലെവലിലാണ് നമുക്ക് ആസ്വദിക്കാൻ പറ്റുക. വൈകുന്നേരം ആയി കഴിഞ്ഞപ്പോൾ കാന്തല്ലൂരെത്തി അവിടെ റിസോർട്ടിൽ നമ്മൾ അടിച്ച് പൊളിച്ചു. മോർണിംഗിൽ സൺറൈസ് വ്യൂ ഒക്കെ കണ്ട് മറയൂരിലെ ചന്ദനക്കാടുകളിലൊക്കെ പോയി കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ കൊടുമുടിയായിട്ടുള്ള ആനമുടി കൊടുമുടിയൊക്കെ കണ്ട് മൂന്നാറിൻ്റെ തന്നെ ഏറ്റവും ഭംഗിയുള്ള റോഡായിട്ടുള്ള ഗ്യാപ്പ് റോഡിലൂടെയൊക്കെ സഞ്ചരിച്ചിട്ടാണ് നമ്മൾ സൂര്യനെല്ലിയിലേക്ക് എത്തിച്ചേരുക. ഈ സൂര്യനെല്ലിയിൽ എത്തിച്ചേർന്നിട്ട് നമ്മളെ ജീപ്പ് സഫാരി തുടങ്ങാം. കൊളക്കുമലയിലേക്ക് ജീപ്പ് സഫാരിക്ക് 2000 രൂപയാണ് റേറ്റ്. താഴെ നമുക്ക് ഒരു ജീപ്പ് റെൻറ്റിനെടുത്ത് മുകളിലേക്ക് പോകാം. 6 പേർക്ക് ഈ ജീപ്പിൽ കയറാവുന്നതാണ്. ജീവിതത്തിൽ തന്നെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തിരിക്കേണ്ട ഏറ്റവും നല്ലൊരു ട്രക്കിംഗ് പോയിൻ്റ് ആട്ടോ ഈ കൊളക്കുമല ട്രക്കിംഗ് പോയിൻ്റ് എന്നുള്ളത്. ഏകദേശം 2 മണിക്കൂർ എടുക്കും നമുക്ക് മലയുടെ മുകളിലെത്താനായിട്ട്. പലപ്പോഴും ജീപ്പുകളൊക്കെ വളവിലെത്തുമ്പോൾ 2-3 പ്രാവശ്യമൊക്കെ റിവേഴ്സ് എടുത്തതിന് ശേഷമാണ് മുകളിലേക്ക് കയറാൻ പറ്റുള്ളൂ. ഒരു കുറച്ചൊക്കെ കഴിയുമ്പോൾ റോഡിൻ്റെ അവസ്ഥയൊക്കെ വളരെ ശോചനീയമാണ്. ട്രക്കിങ്ങിനൊക്കെ പറ്റിയ കിഡ് സ്പോട്ട് എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. കല്ലുകൾ മാത്രമാണ് നമുക്ക് ആ റോട്ടിൽ കാണാനായിട്ട് പറ്റുള്ളൂ. നമ്മുടെ ശരീരത്തിലെ ഓരോ പാർട്സും നടുക്കെ കുലുങ്ങി മുകളിലേക്ക് പോകാവുന്നതാണ്. പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയ്ക്കും നല്ല രസമായിട്ടുള്ളൊരു ട്രക്കിംഗ് ആട്ടത്. പിന്നെ നമ്മൾ ഡ്രൈവർ ചേട്ടന്മാരോട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞതാണ് ഏകദേശം 500ഓളം ജീപ്പുകൾ സൂര്യനെല്ലിയിൽ ഈ സഫാരിക്ക് വേണ്ടി മാത്രമായിട്ടുണ്ട്. ഇവർ ഏകദേശം ഒരു ദിവസം 3 അല്ലെങ്കിൽ 4 പ്രാവശ്യം ഈ കൊളക്കുമല കയറുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ എത്രമാത്രം ആളുകൾ ഈ സഫാരിക്കായിട്ട് വരുന്നുണ്ടെന്ന് നമുക്ക് തന്നെ മനസ്സിലാക്കാവുന്നതാണ്. എതിരെ ഒരു വണ്ടി വന്നാൽ പോലും സൈഡ് കൊടുക്കാനായുള്ള സ്ഥലം വളരെ കുറവാണ്. എങ്കിൽ പോലും ഇത്രമാത്രം റിസ്ക് എടുത്ത ആൾക്കാർ വരാനായിട്ടുള്ള ഏകൊരു കാരണം ഇവിടുത്തെ സൺറൈസും സൺസെറ്റ് വ്യൂവും അതുപോലെ തന്നെ ഈ പ്രകൃതിയുടെ ഭംഗി, മൂന്നാറിൻ്റെ ഭംഗി മുഴുവനായിട്ട് ഈ കൊളക്കുമല ട്രക്കിങ്ങിൽ നമുക്ക് ആസ്വദിക്കാൻ പറ്റും എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് മാത്രമാണ്.
നമ്മൾ ഏകദേശം മുകളിലത്തെ വ്യൂ പോയിന്റിലൊക്കെ എത്താറായി. അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് വ്യൂ പോയിന്റുകളിലേക്ക് പോകുന്നതാണ് അടുത്ത പരിപാടി. ഏകദേശം ഒരു 4 മണിയായി നമ്മൾ കൊളക്കുമലയുടെ ഏറ്റവും ടോപ്പിലുള്ള വ്യൂ പോയിന്റിലെത്തിയപ്പോൾ. ക്ലൈമറ്റൊന്നും ഒരു രക്ഷയില്ലാത്ത ക്ലൈമറ്റാണ്. മഞ്ഞൊക്കെ പെയ്തിറങ്ങുന്നത് പോലത്തെ ഒരു ഫീലിംഗ് ആണ് നമുക്കുള്ളത്. ഗ്രൂപ്പായിട്ടൊക്കെ വരാണെങ്കിൽ നന്നായിട്ട് എൻജോയ് ചെയ്ത് അവിടുത്തെ മലയിൽ മൂടിക്കിടക്കുന്ന മഞ്ഞൊക്കെ കണ്ട് ആസ്വദിച്ച് തിരികെ വരാവുന്നതാണ്. അടുത്ത ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് തൊട്ടടുത്തുള്ളൊരു ടീ ഫാക്ടറിയാണ്. അതിനടുത്ത് തന്നെ നമുക്ക് കുറേയധികം ഊട്ടിപ്പൂക്കൾ നിൽക്കുന്നത് കാണാനായിട്ട് സാധിക്കും. കുറച്ചൊക്കെ പറിക്കാനൊക്കെ പറ്റും. ഇതൊക്കെ കഴിഞ്ഞ് രാത്രി ഒരു 6 മണിയോടുകൂടി നമ്മൾ തിരിച്ച് താഴേക്ക് ഇറങ്ങാണ്. അടിപൊളി വ്യൂസാണ്, അടിപൊളി എക്സ്പീരിയൻസ് ആണ്, അടിപൊളി ക്ലൈമറ്റാണ്. ട്രക്കിംഗ് ഒക്കെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന എല്ലാവർക്കും മൂന്നാറിലെ ഈ സൺറൈസ് പോയിന്റ് കൊളക്കുമലൈ ഒരിക്കലും മിസ്സാക്കരുത്. എന്നാൽ പിന്നെ നമുക്ക് അടുത്ത വീഡിയോ കാണാം. താങ്ക് യു.